വിരുദ്ധത പണ്ടേ ഉള്ളതാണ്. ഇയാളിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല. പിഷാരടിക്ക് വിമർശനം. നിരവധി പേരാണ് പിഷാരടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി പ്രസിഡന്റ് ശ്വേതാ മേനോനെ പാലക്കാട് എംഎൽഎയും നടനുമായ രമേശ് പിഷാരടി ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഫോൺ സംസാരത്തിനിടെ പിഷാരടി ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്നത് ഓഡിയോയിലുണ്ട്. ഈ സംഭാഷണം നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. എന്തായിരുന്നു അത്? പിന്നാലെ നിരവധി പേരാണ് പിഷാരടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പിഷാരടി മുൻപും പല കോമഡികളിലായി ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധനാണെന്നും പലരും അഭിപ്രായപ്പെടുന്നു. ദ്വയാർത്ഥത്തിലുള്ള പ്രയോഗങ്ങളും സ്ത്രീ വിരുദ്ധതയടക്കം പലപ്പോഴും പിഷാരടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കോമഡി എന്ന് പറഞ്ഞാണ് ഇത്തരം ചെളികളടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണിത്. അയാളുടെ തനി സ്വഭാവം പുറത്തു വന്നു എന്നേയുള്ളൂ. ഇയാളിൽ നിന്ന് ഇതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കോൺഗ്രസ് എംഎൽഎമാരുടെ തനി സ്വഭാവം ഇയാളും കാണിച്ചു, അത്രയുള്ളൂ എന്നടക്കം ആളുകളിങ്ങനെ പറയുകയാണ് പിഷാരടിയെക്കുറിച്ചിട്ട്. ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പിഷാരടി പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഓഡിയോ പുറത്തു വന്നതിൽ ഖേദമുണ്ടെന്നും ഇത് പ്രതീക്ഷിച്ചത് ഇല്ലെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യൂ, അതുപോലെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ പിഷാരടിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട്, വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതൊന്നും ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.